പഴയ ഹോം തിയേറ്ററിനകത്ത് സബ് വൂഫർ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വീഡിയോ, അതായത് പഴയ ഹോം തിയേറ്റർ ബേസ് എങ്ങനെ കൂട്ടാമെന്ന് പറഞ്ഞ് 2 വീഡിയോ, പിന്നെ അതിൻ്റെ ശേഷം ഈ ഒരു 6 മാസം മുമ്പ് ഒരു 3ാമത്തെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. ഒരു ഒനിക്സിൻ്റെ ഒരു ഹോം തിയേറ്റർ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് ഡെഡ് ആയ ഹോം തിയേറ്ററാണ് സർവീസിന് വന്നത്. അപ്പോൾ ഇതാണ് ഹോം തിയേറ്റർ. ഇതിന് മുമ്പ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോം തിയേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലെ കളർ, അതായത് ഫ്രണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നല്ല കളറിൽ എന്നുള്ള ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ അത് ഒരു 5.1 ഹോം തിയേറ്ററാണ്. അപ്പോൾ ഈ ബോർഡ് കാണിച്ചു തരാം. ഇതാണ് ബോർഡ്. അപ്പോൾ ഈ ഹോം തിയേറ്ററിനകത്ത് നമുക്കിപ്പോൾ ഇതിനകത്താണ് സബ് വൂഫർ ഉള്ളത്. അപ്പോൾ ഇൻപുട്ട് 6 ഔട്ട്പുട്ടിൽ ഒരു സബ് വൂഫർ ഇതിനകത്താണല്ലോ. അപ്പോൾ ആ സബ് വൂഫറിലേക്കുള്ള ഒരു സർക്യൂട്ട്, അതായത് ആ സബ് വൂഫറിലേക്കുള്ള സെക്ഷൻ ഈ കാണുന്ന ഒരു ഡബിൾ ഐ സിയാണ്. ബാക്കിയുള്ള 5 ചാനലുള്ള സെപ്പറേറ്റ് ഐ സികൾ 2030 ഐ സികൾ ഇവിടെ കാണാം. അതിൻ്റെ കൂടെ 2 ഐ സി ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് സബ് വൂഫർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സബ് വൂഫറിലേക്കുള്ള കണക്ഷൻ, അതായത് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വാട്ട്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സബ് വൂഫർ കൊടുക്കുന്നതിൻ്റെ വാട്ട്സും ഇതും മാച്ച് ആവില്ല. ഇതിൻ്റെ ഹൈ ഔട്ട്, ഇതിൻ്റെ ഡയറക്റ്റ് സ്പീക്കർ ഔട്ട് എടുത്ത് ഒരു ഹൈ ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അതിന് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കണ്ടെത്തണം. അതായത് ഹൈ ഇൻപുട്ട് സർക്യൂട്ട്, നമ്മൾ കാറാമ്പിലൊക്കെ വരുന്ന ടൈപ്പ് സർക്യൂട്ട്. ആ സർക്യൂട്ട് ചെയ്തിട്ട് ഈ സബ് വൂഫറിൻ്റെ സ്പീക്കർ ഔട്ട് എടുത്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈ ഇൻപുട്ട് സെക്ഷൻ ഉപയോഗിക്കാം. 12 ഇഞ്ചോ അല്ലെങ്കിൽ 10 ഇഞ്ചോ സബ് വൂഫർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിലാണ് നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള സംശയം. അപ്പോൾ ഇൻപുട്ട് എവിടെയാണ് എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഞാനിപ്പോൾ അത് ഓൺ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഓണാണ്. ഈ സബ് വൂഫറിൻ്റെ സെക്ഷൻ, ആംപ്ലിഫയർ സെക്ഷൻ മൊത്തം ഓണാണ്. ഇതിൻ്റെ അകത്ത് ഡെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള കൺട്രോൾ സെക്ഷനാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ സർവീസ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കണ്ടല്ലോ ഇതല്ല, അതായത് ഇവിടെ ഇൻപുട്ട് ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം. എങ്ങനെ എടുക്കണം? നമുക്ക് ഇവിടെ ഈ കാണുന്നതാണ് ഒന്ന് വോളിയം കൺട്രോൾ ഐ സി, സ്വിച്ചിങ് ഐ സി, അങ്ങനെ 2 ടൈപ്പ് ഐ സി ഇവിടെ ഉണ്ട്. ഓരോ ഓപ്പാമ്പ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്പർ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കുക. ഈ കാണുന്നത് BT2323M എന്നുള്ള ഐ സിയാണ്. അടുത്തത് PT2258M എന്നുള്ള ഒരു വോളിയം കൺട്രോൾ ഐ സിയാണ്. അതായത് ഈ ഐ സി ഇതിൻ്റെ 6 ചാനൽ ഇൻപുട്ട് സെലക്ടറാണെന്നുള്ളത് ഇപ്പം ഈ സർക്യൂട്ട് ഡയഗ്രാം, അതായത് ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ കൺട്രോൾ ആവുന്നുണ്ട്. അപ്പോൾ ആ കൺട്രോൾ ആവുന്നത് ഈ ഐ സിയുടെ ആ ഇൻപുട്ടും ഔട്ട്പുട്ടും അനുസരിച്ചാണ്. ഇതിൽ ഏത് ഇൻപുട്ടും ഏത് ഔട്ട്പുട്ടും ആണ് ഇത് ഈ സർക്യൂട്ടിൽ അവർ അസൈൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഇതിലെ ഈ ഐ സിയുടെ ഔട്ട്പുട്ട് സെക്ഷൻ ട്രേസ് ചെയ്തിട്ട് ആ സെക്ഷൻ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആംപ്ലിഫയറുകളിൽ, ഹോം തിയേറ്റർ പോലുള്ള ആംപ്ലിഫയറുകളിൽ സബ് വൂഫർ സെക്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കിവിടെ സബിൻ്റെ ഫിൽറ്റർ കാണാം. അപ്പോൾ തന്നെ നമ്മൾ പരിപാടി കുറേയൊക്കെ കഴിഞ്ഞു. അതായത് എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. സബിൻ്റെ ആ എഫക്റ്റ് കണ്ടോ? അതായത് നമുക്ക് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ള ആ എഫക്റ്റാണ് ഈ കാണുന്നത്. ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലോ ഉണ്ടോ? ഫിൽറ്റേർഡ് ഔട്ട്പുട്ടാണ് അപ്പുറത്തുകൂടെ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത് ഔട്ട്പുട്ട് വരും. ഈ ഔട്ട്പുട്ട് ട്രേസ് ചെയ്ത് പോകാം. ഇപ്പോൾ ഹോം തിയേറ്ററുകളിൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ എളുപ്പമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫിൽറ്ററിലുണ്ട് എന്താ എളുപ്പം? ഈ ഏരിയയിൽ നിന്നായിട്ട് ഈ 4558 ആണ് ഈ ഐ സി. ഇതിൻ്റെ ഔട്ട്പുട്ട് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഔട്ട്പുട്ടിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് സബ് വൂഫർ ഔട്ട്പുട്ട് എടുക്കാം. അതായത് ഈ പോയിന്റിൽ നിന്ന് ഒരു കണക്ഷനും നമുക്ക് ഇതിൻ്റെ ഈ ഏരിയ, ഈ സർക്യൂട്ടിൻ്റെ ഗ്രൗണ്ടും ഈ ഗ്രൗണ്ടോട് കൂട്ടിയിട്ട് നമുക്ക് കണക്ഷൻ എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കണക്ഷൻ വയർ എടുത്തിട്ടുണ്ട്. അതായത് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മളിവിടെ ഒരു RCA കണക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വേറൊരു സബ് വൂഫർ ഉണ്ട്, ഇവിടെ ഒരു ആക്റ്റീവ്. അപ്പോൾ അതിലേക്ക് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണക്ഷൻ കൊടുത്തു. ഇനി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ ഇൻപുട്ട് സെക്ഷനിൽ തൊടുമ്പോൾ തന്നെ എനിക്കവിടെ നമ്മൾ ആക്റ്റീവ് സബ് വൂഫർ വർക്ക് ചെയ്യും. ഇനി ഈ കണക്ഷനിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള സംശയം ഒഴിവാക്കി കാണിച്ചു തരാം. ഈ സബ് വൂഫറിൻ്റെ കണക്ഷൻ ഊരി കളഞ്ഞാൽ കൺഫേം ആയല്ലോ. ഓക്കെ, ഇതിപ്പോൾ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ടിലാണ്. നമ്മളതിൻ്റെ വോളിയം കൂട്ടിയാൽ ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ഏതാണോ സ്വിച്ചിങ് ചെയ്യുന്നത്, ആ സ്വിച്ചിങ് ചെയ്തത് ഏത് സെക്ഷനിലാണോ ഔട്ട്പുട്ട് വരുന്നത്, അത് സബ് വൂഫറിലേക്ക് പോകുന്ന ലൈൻ നമ്മളിപ്പോൾ എക്സ്റ്റേണലി ടാപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇതേപോലെ ഏതാണോ ഇനി ഇതിലൂടെ സിഗ്നൽ പ്ലേ ആവുന്നത്, ബ്ലൂടൂത്തോ ഓപ്സോ DVD ഏതാണോ അതിൻ്റെ ബേസ് ലെവൽ ഈ ഹോം തിയേറ്ററിൻ്റെ ലെവൽ കൺട്രോളിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ ഇതിനകത്ത് വോളിയം കൂട്ടുന്നതും സബിൻ്റെ ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ കൊടുത്ത ആക്റ്റീവ് സബ് വൂഫറിൻ്റെ ലെവൽ കൺട്രോളും. അപ്പോൾ നമുക്ക് പവർ സബ് വൂഫറായി, അതായത് കൂടുതൽ പവറുള്ള സബ് വൂഫർ സാധാരണ ഹോം തിയേറ്ററിൽ ഉപയോഗിക്കാം. ഇതാണ് അന്നത്തെ വീഡിയോയിൽ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചത്.
സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഈ IC ഡാറ്റ വെച്ച് സെർച്ച് ചെയ്യാം. ഏതാണ് IC എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നൗട്ട് അതിലുണ്ടാവും. ആ പിന്നൗട്ട് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കുക. പിന്നെ ഈ ഹോം തിയേറ്ററുകൾ ആകുമ്പോഴുള്ള സൗകര്യം പറഞ്ഞല്ലോ, ഓരോ ഫിൽട്ടർ സെക്ഷൻ ഉണ്ടാവും. ആ ഫിൽട്ടർ സെക്ഷൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് എടുക്കാം. ഈ കയറുന്ന ഈ ഏരിയയിൽ നിന്ന് ഈ മ്യൂട്ടിംഗ് സെക്ഷനിൽ നിന്ന് ഇവിടുന്നൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ട് എടുക്കാം. ഉണ്ടോ? എല്ലാം ഒരൊറ്റ ലൈനാണ്, ഒറ്റ ട്രേസിങ് ലൈനാണ്. അതുകൊണ്ട് അത് നോക്കാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഹോം തിയേറ്ററുകൾ പവേർഡ് ആക്റ്റീവ്, അതായത് കൂടുതൽ പവർഫുള്ളാക്കി മാറ്റാം.